റെജിലുക്കോസ്, താങ്കൾ ഈ ചർച്ചയിൽ ചേരുന്നതിന് മുമ്പ് ഈ സതീശൻ ഇന്ന് നടത്തിയ ചില പ്രസ്താവനകൾ താങ്കൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകണം. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏത് NM വിജയൻ എന്നാണ് സതീശൻ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷൻ പറയുകയും ചെയ്തത്. പണ്ട് കെ സുധാകരൻ മാധ്യമങ്ങളോട് ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ, അതായത് ഈ NM വിജയൻ മരിച്ചത്, NM വിജയൻ്റെ മകൻ മരിച്ചത്, ഇന്ന് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്, PV ജോൺ മരിച്ചത്, രാജേന്ദ്രൻ നായർ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്, എല്ലാം ഒരു വിഷയമല്ല. ഇപ്പോൾ റജി പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായ ചില വിഷയങ്ങളാണ്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ധാർമ്മികതയുമായി കൂട്ടി ഇണക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് വലിയ തരത്തിലുള്ളൊരു ചതി. അതിനെ തുടർന്ന് അന്വേഷണം വരുന്നു, സംസ്ഥാന പോലീസിനെ നേരത്തെ അന്വേഷണം നടക്കുന്നു, കോൺഗ്രസിൻ്റെ അന്വേഷണം നടക്കുന്നു എന്ന് അവർ പറയുന്നു. ഏറ്റവും ഒടുവിലായി ജൂൺ 30 ഇവരുടെ പണം കൊടുക്കാം, 2,60,000 രൂപ, 2,60,000 രൂപയുടെ ഇടപാട് തീർക്കാം എന്ന എഗ്രിമെൻ്റ് എഴുതി വെക്കുന്നു. ആ എഗ്രിമെൻ്റ് വരെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞതിന് ശേഷമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് സതീശനും സണ്ണി ജോസഫും ഒക്കെ ചോദിക്കുന്നത്. ഈ കുടുംബത്തെ ഇവർ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? ഷിജു, ഇതിനകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത്, എനിക്കിതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഭയാനകമായ ഒരു കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചിട്ട് എത്ര നാളായി? എന്താണ് ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് കേരളത്തിൽ നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊള്ളരുതായ്മകളും ഈ ക്രിമിനൽ മാനസികാവസ്ഥയുള്ളൊരു പെൺവേട്ടക്കാരുടെ സംഘമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളീയ പൊതുസമൂഹത്തിനും ഭീതിജനകമായ വാർത്തകളല്ലേ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ NM വിജയൻ്റെ മരണത്തിലേക്കെന്ന് വന്നാൽ കണ്ണീരൊഴുക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ രാഷ്ട്രീയത്തിന് അതീതമായിട്ട്? അത് എന്തിനാണ് മരിച്ചത്? 2,60,00,000 രൂപ അദ്ദേഹം കടമായി. എങ്ങനെ ആയത്? 6ഓളം സഹകരണ ബാങ്കുകളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ MLA ഉൾപ്പെടെ ND അപ്പച്ചൻ എന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് ഉൾപ്പെടെ അവരുടെ പേര് എഴുതി വെച്ച് ആ പൈസയിൽ 1 രൂപ പോലും കൊടുക്കാതെ കണ്ട് അതിലും ക്രൂരത ഇവർ ചെയ്തത് എന്താ? ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കേവലം 200 രൂപയ്ക്ക് ബത്തേരിയിലെ സഹകരണ സംഘത്തിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം അവസാനം യാചിച്ചു, എൻ്റെ മകനെ ഒരു ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, പല വിവിധ രീതിയിലുള്ള മനുഷ്യരോട് കോടികൾ ആ മനുഷ്യൻ ഇവരുടെ വാക്ക് വിശ്വസിച്ച് കളക്ട് ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് അങ്ങനെ ചതിച്ചത് കൂടാതെ കൊണ്ട് ഈ കൊച്ചിനെ, ഈ പയ്യനെയും പറഞ്ഞു വിട്ടു. ആ പയ്യനെ, ആ ചെറുപ്പക്കാരനെ ഭൂമിക്ക് ഈ നരാധമന്മാർക്ക് വിട്ടുകൊടുക്കാതെ ആ നിരാശനായ മനുഷ്യൻ, വന്ധ്യവയോധികൻ, 52 വർഷക്കാലം ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആ മകനെയും കൂട്ടിക്കൊണ്ട്. ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ചുരുക്കി പറയാം. ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അദ്ദേഹത്തിൻ്റെ മരുമകള്, ഇന്ന് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൂടാതെ കൊണ്ട് വയനാട്ടിൽ ആത്മഹത്യയുടെ ഒരു പരമ്പരയാണ് ഈ പാർട്ടിക്കാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ ചെയ്ത ക്രൂരതയുടെ വേറൊരു പര്യായമല്ലേ ഇന്ന് 3 പേരുടെ വായിന്ന് വന്നത്? പത്മജ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാതെ കണ്ട് മാന്യനെന്ന് കരുതിയ, മനുഷ്യസ്നേഹി എന്ന് നമ്മളൊക്കെ കരുതിയ കണ്ണൂരിൽ നിന്ന് വരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ക്രൂരമുഖമാണ്. അതെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല, ഒരു എഗ്രിമെന്റും ഇല്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്തു നിഷ്കരുണ മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് IC ബാലകൃഷ്ണന്റെ പേര് ഞാൻ ഉച്ചരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ്. എന്നിട്ട് ഈ IC ബാലകൃഷ്ണൻ ലജ്ജയില്ലാതെ കൊണ്ട് 1.5 മാസം ഒളിച്ചോടിയിട്ട് ഇപ്പൊ പതിയെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സണ്ണി ജോസഫിനേക്കലെ ക്രൂരമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സജീഷ് പറഞ്ഞ പോലെ. ഏത് വിജയൻ, എവിടുത്തെ വിജയൻ, എങ്ങനത്തെ വിജയൻ? പണ്ട് കരുണാകരൻ പറഞ്ഞ പോലെയാ അവസാനം പറയുന്നു വയനാട്ടിലെ വിജയൻ, അത് അവിടെ തീർക്കേണ്ട വിഷയം എന്ന് പറയുന്നു. പക്ഷേ അതിലും ഭയാനകമായ ഒരു വാർത്താ സമ്മേളനം നടത്തി വേറൊരാള്, T സിദ്ദിഖ്. അദ്ദേഹം എന്താ പറഞ്ഞേ? ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു വിഷയവും ഇല്ല. അപ്പോഴാണ് ഈ പത്മജ പറയുന്നത് എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റിന് കോപ്പി എടുക്കാൻ പോലും സമ്മതിക്കാണ്. T സിദ്ദിഖ് അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട T സിദ്ദിഖ് MLA ഈ ചർച്ചയിൽ ഞാനൊരു കാര്യം പറയുവാണ്. നിങ്ങളെപ്പോലെയുള്ളവര് വയനാട് പോലെ കർഷകരും പാവങ്ങളും തിങ്ങി ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ ഒരു സംഗമഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ മാധ്യമങ്ങളോട് പറയാൻ താങ്കൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നാളെ അവിടെ താങ്കൾ മത്സരിച്ചാൽ, കേരളത്തിൽ എവിടെ മത്സരിച്ചാലും താങ്കൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്യോ? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി താങ്കളെ പോലുള്ളവർ വോട്ട് ചെയ്യോ? സണ്ണി ജോസഫ് സാറേ, ഈ ചർച്ചയിൽ ഞാൻ ചോദിക്കുവാണ്, താങ്കൾ ഇത് എന്തൊക്കെയാ പറഞ്ഞത്?
എങ്ങനെയാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? ആ മകനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചത്, ഇന്ന് മകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്, ഇന്ന് മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് സണ്ണി ജോസഫിനും കൂടെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ ഇങ്ങനെയല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരോടെങ്കിലും 1% കൂറ് നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് ജോസ് എന്ന് പറയുന്ന മുള്ളൻകൊല്ലിയിലെ പഞ്ചായത്ത് മെമ്പർ, ആ മെമ്പർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ആ നാട്ടുകാർ മുഴുവൻ പറയുന്നത് എന്താ? അയാളെ ചതിച്ചു. അവിടെയും കുറ്റവാളിയായിട്ട് പ്രവർത്തകർ പറയുന്നത് എന്താ? പ്രവർത്തകർ നിങ്ങളുടെ പറയുന്നത് എന്താ? ആ DCC പ്രസിഡന്റ് കുറ്റവാളിയാണ്. ആ DCC പ്രസിഡന്റ് ഉത്തരവാദിത്തമുണ്ട്. ഈ DCC പ്രസിഡന്റിന്റെയും ഈ IC ബാലകൃഷ്ണന്റെ പേരെഴുതി വെച്ച് ആ മനുഷ്യൻ കാണിച്ചൊരു കരുണയുണ്ട് കോൺഗ്രസിനോട്. സിജു, നമ്മൾ കേരളം കേൾക്കണം. 10 ദിവസത്തേക്ക് KPCC പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ആത്മഹത്യയൊക്കെ പുറത്തു വിടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യരോടാണ് ഇവർ ഈ ക്രൂരത ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റുമോ? മനുഷ്യകുലത്ത് ഇവരെ പെടുത്താൻ പറ്റുമോ? നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും, പക്ഷെ ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ? ഇന്ന് ഈ 2-3 നേതാക്കന്മാരുടെ വാക്ക് കേട്ടപ്പോൾ പ്രതീക്ഷയറ്റ, ജീവിതം തൊലഞ്ഞുപോയ, ആശുപത്രി പ്രവേശിച്ചിട്ട് ഒരു കരുണ കാണിക്കാത്ത ഈ ക്രൂര കൂട്ടത്തിനോടുള്ള നിരാശയിലൂടെയാണ് ആ പെൺകുട്ടി ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു MLA ഇല്ലേ, കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ, അദ്ദേഹത്തിനല്ലേ ഈ വിഷയം പരിഹരിക്കാനായിട്ട് KPCC നിയോഗിച്ച് ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം ആ വീട്ടിൽ ചെന്നിട്ട് പത്രക്കാരോട് പറഞ്ഞ എന്താണ്? ഈ NM മരണത്തിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞേ? മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കും, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള വിശേഷത്തിന് ആവശ്യമില്ല. ഈ കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യതയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ല. ശരി.